പശ്ചിമേഷ്യൻ സംഘർഷം മുൻനിർത്തി കേരളത്തിൽ നിന്നും ഗൾഫ് മേഖലയിലേക്കുള്ള നിരവധി വിമാനങ്ങളാണ് റദ്ദാക്കുകയോ വഴി തിരിച്ചുവിടുകയോ ചെയ്തിരിക്കുന്നത്. കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും യാത്ര പുറപ്പെടേണ്ട 10-ലധികം വിമാനങ്ങൾ റദ്ദാക്കിയതായി കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി അറിയിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നുള്ള 8 വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. ഇന്നലെ അവിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കുടുങ്ങിപ്പോയ യാത്രക്കാരുടെ പ്രതികരണങ്ങൾ കണ്ടുവരാം. അതിനുശേഷം അർച്ചന വിനോദ് വിശദാംശങ്ങളുമായി ചേരും. ഇവിടെ പോയ ഫ്ലൈറ്റ് ഒക്കെ തിരിച്ചു വരുവാണ്. ഇത് 1 മണിക്കൂർ കഴിഞ്ഞേ പറയാൻ പറ്റുള്ളൂ എന്നാ പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അബുദാബി ചെന്നിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. നേരത്തെ വന്നു, 8 മണിക്ക് ഞങ്ങൾ ഇവിടെ എത്തി. അപ്പൊ അതിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്ന് പറഞ്ഞു ഫ്ലൈറ്റുകളൊക്കെ എല്ലാ ഫ്ലൈറ്റും ക്യാൻസലാന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങളെ എല്ലാവരും പുറത്താക്കി. മൊത്തം ഫ്ലൈറ്റ് ക്യാൻസലാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്താക്കിയത്. നേരമായിട്ടും ഫ്ലൈറ്റിന്റെ ഒരു ഇതുണ്ട്, GCC കൺട്രി മൊത്തം ഇതാണെന്ന് പോയി വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇനിയിപ്പോൾ 2 മണി വരെ ജസീറ എയർവേസ് നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ലണ്ടനിലേക്ക് പോകാനാണ്, ദോഹ വഴി പോകുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇൻഫർമേഷൻ ഒന്നും ഉണ്ടായില്ല. ഇവിടെ എത്തിയപ്പോഴാണ് ഫ്ലൈറ്റ്, പക്ഷെ ഇവരൊന്നും പറയുന്നില്ല ക്യാൻസൽ ആണോ റീഫണ്ട് ആണോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് വരുമോ ഇല്ലയോ. ഇവർക്ക് തന്നെ ഒന്നും അറിയും. ഇവർ പറഞ്ഞ ഇവർക്ക് ഇൻഫർമേഷൻ ഒന്നും ഇല്ലെന്ന് പറയുന്നത്. അർച്ചന വിനോദ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അർച്ചന, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് നിഷ. നിലവിലെ സാഹചര്യം എന്താണ് അർച്ചന? നിരവധി യാത്രക്കാരാണ് നെടുമ്പാശ്ശേരിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇപ്പോഴും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പൊന്നും വന്നിട്ടില്ല എന്ന യാത്രക്കാരുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. നിലവിൽ സാധാരണഗതിയിലേക്ക് മാറിയോ? ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാനത്തിൻ്റെ ഷെഡ്യൂളുകൾ റദ്ദ് ചെയ്യപ്പെട്ടതോ അല്ലെങ്കിൽ വഴിതിരിച്ച് വിട്ടതോ കണക്ഷൻ ഫ്ലൈറ്റുകളിലേക്ക് അടക്കമുള്ള അവസ്ഥ എങ്ങനെയാണ്? വിനിഷ, സംഘർഷം രൂക്ഷമായതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോഴും വിമാന സർവീസുകളെല്ലാം താറുമാറായി തുടരുകയാണ്. പല വിമാന സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. എയർ ഇന്ത്യയുടെ ഏകദേശം 7ഓളം വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത്. അതായത് വലിയ ദുരിതത്തിലാണ് യാത്രക്കാർ. കാരണം ഇന്നലെ രാത്രി 11 മണിക്ക് എത്തിയ യാത്രക്കാരാണ്. 11 മണി മുതലാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി രൂക്ഷമായത്. 12 മണി മുതലുള്ള എല്ലാ സർവീസുകളും ഇത്തരത്തിൽ റദ്ദാക്കുകയോ അല്ലെങ്കിൽ വൈകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടിരിക്കുന്നത്. പ്രധാനമായും ഗൾഫ് രാജ്യങ്ങളായ ദുബായ്, അബുദാബി, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള ഫ്ലൈറ്റുകളെല്ലാം തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. അത് വൈകുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനമായും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സിയാൽ അറിയിക്കുന്ന വിവരമനുസരിച്ച് കൊച്ചിയിൽ നിന്നും ദോഹയിലേക്ക് പോകേണ്ട 12:50 പോകേണ്ട വിമാനം റദ്ദാക്കിയിട്ടുണ്ട്. എയർ ഇന്ത്യയുടെ വിമാനമാണ്. കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് പോകേണ്ട വിമാനം റദ്ദാക്കിയിട്ടുണ്ട്. അത് 11 മണിക്ക് പുറപ്പെടേണ്ടതാണ്. 2:45 പുറപ്പെടേണ്ട, പുലർച്ചെ 2:45 പുറപ്പെടേണ്ട ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെടേണ്ട വിമാനവും റദ്ദാക്കിയിട്ടുണ്ട്. അവിടെ യാത്രക്കാർ കുടുങ്ങിക്കിടക്കുകയാണ്. അങ്ങനെ കുവൈറ്റിൽ നിന്ന് കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസ് 8:15 പുറപ്പെടേണ്ട വിമാനം 9:55 പുറപ്പെടുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പല വിമാനങ്ങളിലും ഇത്തരത്തിൽ സമയക്രമവും ഒപ്പം റദ്ദാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എയർ ഇന്ത്യ ഇതുവരെ കൊച്ചിയിൽ നിന്ന് ഇത്തരത്തിൽ വിമാന സർവീസുകൾ പുനഃസ്ഥാപിച്ചിട്ടില്ല എന്നാണ് ഈ ഘട്ടത്തിൽ വരെ മനസ്സിലാക്കുന്നത്. എന്തായാലും നിരവധി യാത്രക്കാർ ഇപ്പോഴും ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. മണിക്കൂറുകളോളം വൈകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതുകൂടാതെ പല മറ്റ് രാജ്യങ്ങളിലേക്ക്, അതായത് യൂറോപ്പ്, ലണ്ടൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാർ ഇതിലുണ്ട്. പലരും കണക്റ്റിംഗ് ഫ്ലൈറ്റാണ്. ഈ ദുബായിലും ഖത്തറിലുമൊക്കെ എത്തി മാറിക്കയറേണ്ട ആളുകളാണ്. ഇവരെല്ലാം തന്നെ ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇത്തരത്തിൽ യാത്രക്കാരെ സംബന്ധിച്ച് സ്ഥിതി വളരെ രൂക്ഷമാണ്. മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. എന്തായാലും സിയാൽ പറയുന്നതിനനുസരിച്ച് ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിൽ റദ്ദാക്കുകയോ അല്ലെങ്കിൽ സമയക്രമത്തിൽ മാറ്റം വരികയാണെങ്കിൽ അത് കൃത്യമായി അറിയിക്കും. എന്തായാലും ഇമെയിലായിട്ടോ അല്ലെങ്കിൽ ഫോൺ കോൾ വഴിയോ യാത്രക്കാരെ കൃത്യമായി വിവരങ്ങൾ അറിയിക്കും. അവരുടെ ഫേസ്ബുക്ക് പേജിലടക്കം ഇതുമായി ബന്ധപ്പെട്ട സമയക്രമങ്ങളടക്കം മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ വിവരങ്ങൾ അറിയിക്കുന്നുണ്ട്. എന്തായാലും സിയാൽ അധികൃതർ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലെ യാത്രക്കാർ നീങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. എന്തായാലും ഒരുപാട് യാത്രക്കാർ ഇപ്പോഴും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇന്നലെ 11 മണിയോടെയാണ് ഇത്തരത്തിൽ യാത്രക്കാരെത്തി പ്രതിസന്ധിയിലായിരിക്കുന്നത്. പല വിമാനങ്ങളും ഏകദേശം 7ഓളം വിമാനങ്ങൾ ഇത്തരത്തിൽ റദ്ദാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ 20ഓളം വിമാനങ്ങളാണ് ഇത്തരത്തിൽ സമയക്രമത്തിൽ മാറ്റം വരുത്തുകയും ഒപ്പം വൈകി ഓടുകയും ഒക്കെ ചെയ്യുന്നത്. എന്തായാലും നിരവധിയായ യാത്രക്കാർ ഇപ്പോൾ വിമാനത്തിൽ പ്രതിസന്ധിയിലായി കുടുങ്ങിക്കിടക്കുകയാണ്. അർച്ചന, പെട്ടെന്നായിരുന്നു ഇത്തരത്തിലൊരു സംഘർഷ സമാനമായ സാഹചര്യം ഉണ്ടാകുന്നതും
പല വ്യോമപാതകളും വ്യോമാതിർത്തികളും ഖത്തറും ബഹ്റൈനും കുവൈത്തും ഒക്കെ അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. നിലവിൽ ഈ വ്യോമപാതകളെല്ലാം തന്നെ തുറന്ന സാധാരണ നിലയിലേക്ക് വ്യോമഗതാഗതം പോസിബിൾ ആക്കാനുള്ള എല്ലാ സാധ്യതകളും മറ്റു GCC രാഷ്ട്രങ്ങൾ, മിഡിൽ ഈസ്റ്റ് അടക്കമുള്ള വിവിധ രാജ്യങ്ങൾ തുറന്നു വെക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സമയം നമുക്കറിയാമല്ലോ. താറുമാറായി കിടക്കുന്ന ഈ റീഷെഡ്യൂൾ ചെയ്തു വരണം ആ വിമാനങ്ങളെല്ലാം തന്നെ. അത്രയധികം യാത്രക്കാർ പല എയർപോർട്ടുകളും ഉണ്ട്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തായാലും തിരിച്ച് മിഡിൽ ഈസ്റ്റിൽ നിന്ന് കേരളത്തിലേക്ക് പല നാടുകളിലേക്ക് വരേണ്ട ആളുകളായാലും നിരവധി വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വ്യോമഗതാഗതം സാധാരണ നിലയിലേക്ക് ആവാൻ ഇനി എന്തായാലും ഒരു 2 ദിവസത്തെ സമയമെങ്കിലും എടുക്കുന്ന ഒരു സാഹചര്യമായിരിക്കുമല്ലേ? ദിശ, അത്തരത്തിലൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും കൃത്യമായൊരു സമയക്രമം ഇതുവരെ അധികൃതർ അറിയിച്ചിട്ടില്ല. ഇത് സംഘർഷം രൂക്ഷമാവുന്ന പശ്ചാത്തലത്തിൽ നീണ്ടു പോകാനുള്ളൊരു സാധ്യത തന്നെയാണുള്ളത്. എന്തായാലും പ്രതീക്ഷയോടെയാണ് യാത്രക്കാർ കാത്തിരിക്കുന്നത്. എന്തായാലും സമയക്രമത്തിലെ മാറ്റങ്ങളും ഒപ്പം റദ്ദാക്കുന്ന സാഹചര്യവുമാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഈ വിമാനങ്ങളൊക്കെ എപ്പോൾ പുനഃക്രമീകരിക്കുമെന്നത് സംബന്ധിച്ച് സിയാൽ ഇതുവരെ ഒരു അറിയിപ്പും നൽകിയിട്ടില്ല. എന്തായാലും മറ്റ് സംഘർഷ സാഹചര്യങ്ങളെല്ലാം തന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അങ്ങനെ സംഘർഷ സാഹചര്യം ഒഴിവായാൽ എന്തായാലും ഇത്തരത്തിൽ വിമാന സർവീസുകൾ പുനഃസ്ഥാപിക്കും. എന്തായാലും എയർ ഇന്ത്യ ഇപ്പോൾ പൂർണ്ണമായും അവരുടെ വിമാനങ്ങളെല്ലാം തന്നെ റദ്ദാക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. ഏകദേശം 7 എയർ ഇന്ത്യയുടെ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ വിമാനങ്ങളാണ് നിലവിൽ റദ്ദാക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് യാത്രക്കാർ ഇപ്പോഴും വിമാനത്താവളത്തിൽ തുടരുന്നത്. മണിക്കൂറുകളോളമായി അവർ വിമാനത്തിൽ തുടരുകയാണ്. എന്തായാലും ചില ഫ്ലൈറ്റുകൾ ഇത്തരത്തിൽ സമയക്രമത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുടനെ പുനഃക്രമീകരിക്കുമെന്ന വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ അനൗദ്യോഗികമായി ലഭിക്കുന്നുണ്ട്. എന്തായാലും റദ്ദാക്കിയ വിമാനങ്ങൾ എപ്പോൾ പുറപ്പെടുമെന്ന കാര്യത്തിൽ ഏത് ദിവസമായിരിക്കും പുറപ്പെടുക എന്ന ദിവസത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ശരി, അർച്ചന വിനോദാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിമാനം റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട സാഹചര്യവും ഒപ്പം അവിടെ കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാരുടെ അവസ്ഥയും ഒക്കെ വിശദീകരിച്ചത്.